പ്രിയ സുഹൃത്തെ, നമുക്ക് NRIസിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഗൾഫ് NRI, മറ്റ് രാജ്യങ്ങളിലുള്ള NRIs. എന്താണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഗൾഫ് NRIs അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത് പറ്റൂ. വളരെ അപൂർവം ചിലർക്ക് മാത്രമേ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ സെറ്റിൽ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും തന്നെ തിരിച്ചു വരണം. അതേസമയം ഇപ്പോൾ ഓസ്ട്രേലിയ, അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്ക, UK ഇവിടെയുള്ള രാജ്യങ്ങളിലെല്ലാം ചെന്ന് അവിടെ സിറ്റിസൺഷിപ്പ് ലഭിച്ച ഒരു NRIസിനെ സംബന്ധിച്ച് അവർക്ക് അവിടെ സെറ്റിൽ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഗൾഫ് NRI ആയിട്ടുള്ള വ്യക്തികൾ ഇപ്പം നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പം 20 വർഷം, 30 വർഷം, 35 വർഷമെല്ലാം ഗൾഫിൽ പണിയെടുത്തതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ, നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന നിരവധി വ്യക്തികളെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ അവർ ഒട്ടും ശാരീരികമായിട്ട് ഒട്ടും പറ്റാത്തൊരവസ്ഥയിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ജോലി, ഇപ്പോൾ ഒരു കടയിൽ നിൽക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് പോവുകയോ ഇങ്ങനെയൊക്കെ പോകുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, അടുത്ത 5 വർഷം, 10 വർഷം, 15 വർഷം കഴിയുമ്പോൾ താങ്കളും ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. ആ സമയത്ത് താങ്കളുടെ റിട്ടയർമെൻറ്റ് എങ്ങനെയായിരിക്കും? അതുകൊണ്ട് ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്, നിങ്ങൾ ബാക്കി ഒരു ഫിനാൻഷ്യൽ ഗോളും പ്ലാൻ ചെയ്തില്ലെങ്കിൽ റിട്ടയർമെൻറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് പ്ലാൻ ചെയ്യണം. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഇപ്പോൾ ഒരു ഗൾഫ് NRIസിനെ സംബന്ധിച്ച് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടോപ്പായിട്ടുള്ള ഒരു 3 ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടയർമെൻറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാവുന്ന 3 ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനെ കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമിച്ച് ടിപ്സ്. മൈ നെയിം ഈസ് പ്രിൻസ് ഡയസ്. തൊമിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ഗൾഫ് NRIസിനെ സംബന്ധിച്ച് അവർക്ക് റിട്ടയർമെന്റിന് വേണ്ടി അവർക്ക് ചൂസ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന 3 ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, അതിൽ ഇപ്പോൾ ഓപ്ഷൻ 1 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ ബാങ്ക് FD ഇഷ്ടംപോലെ NRIs ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള NRIs നോക്കിക്കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് ബാങ്ക് FD. ഇതിന് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് സേഫ് ആണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു സ്റ്റഡി ഇൻകം കിട്ടുമെന്നത് ബാങ്കിനെ സംബന്ധിച്ച് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടിനെയും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ബാങ്ക് FD പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഇപ്പോൾ NRIs ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ എടുക്കാനുള്ള കാരണം. പക്ഷേ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇപ്പോൾ 1995 അല്ലെങ്കിൽ തുടങ്ങി ഒരു 2000 വരെയുള്ള കാലഘട്ടത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഏകദേശം ഒരു 11%, 12% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കിലുണ്ടാകുന്നു. പക്ഷേ ഇന്നത് ഒരു 6 to 7% താന്നു. 6 to 7% എന്ന് പറഞ്ഞാൽ റീസെൻറ്റ് ടൈമിൽ ഏറ്റവും ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആവുന്ന സമയത്ത് ഇത് വീണ്ടും ഒരു 4 to 5 താഴാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു റിസ്ക് നമ്മളെ സംബന്ധിച്ചാണ്. കാരണം നമ്മൾ സാധാരണ രീതിയിൽ ബാങ്ക് FD അല്ല 1 year അല്ലെങ്കിൽ 2 year 3 year 5 year എന്ന് പറഞ്ഞ ടേമിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും പുതുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഇവിടെ രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് താങ്കളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ 2 കോടി രൂപ കയ്യിലുണ്ട്, ഇന്നിപ്പോൾ നാട്ടിൽ 1 ലക്ഷം രൂപ ചിലവുണ്ട് എന്ന് വിചാരിച്ചു. ഓൺ ആൻ ആവറേജ് ഒരു 6% റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഒരു ബാങ്ക് FDയിൽ താങ്കൾ ഈ ഒരു എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താങ്കളെ സംബന്ധിച്ച് 1 ലക്ഷം രൂപ മാസം കിട്ടും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ 2025 താങ്കളെ സംബന്ധിച്ച് 1 ലക്ഷം രൂപയാണ് താങ്കളുടെ എക്സ്പെൻസ്. ആ 1 ലക്ഷം രൂപ താങ്കൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടും. ഇനി ഇൻട്രസ്റ്റ് റേറ്റിലൊന്നും ഒരു ചേഞ്ചസും വരുന്നില്ല. ഒരു 7% ഇൻഫ്ലേഷൻ തന്നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ 10 വർഷം കൂടുന്നതോറും നമ്മൾ എക്സ്പെൻസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ നിലവിൽ അത് താങ്കൾക്ക് ഇപ്പോൾ ഒരു 55ാമത്തെ വയസ്സാണെന്ന് വിചാരിക്കാം, ഇപ്പോൾ 1 ലക്ഷം രൂപ. ഇനി 65 വയസ്സാണ് സമയത്ത് താങ്കളുടെ എക്സ്പെൻസ് എന്തായി? 2 ലക്ഷം രൂപയായി. ആ സമയത്ത് താങ്കൾക്ക് കിട്ടുന്ന എമൗണ്ട് എത്ര? 1 ലക്ഷം രൂപ തന്നെ. അപ്പോൾ ഇവിടെ -1 lakh, അതായത് 1 ലക്ഷം രൂപയുടെ കുറവ് വരും. താങ്കൾക്ക് ഒരു 75 വയസ്സാണ് സമയത്ത് താങ്കൾക്ക് വേണ്ടത് 4 ലക്ഷം രൂപയാണ്. അപ്പോഴും ഇവിടെ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 1 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയുടെ കുറവ് വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഇതാണ്. അതായത് നിങ്ങളുടെ എക്സ്പെൻസ് കൂടുന്നതിനനുസരിച്ച് വരുമാനം കൂട്ടാൻ
അവിടെ ഓപ്ഷൻ ഇല്ല. പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അപ്രിസിയേഷനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഇപ്പോൾ താങ്കളിപ്പോൾ 2 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് താങ്കൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ തന്നെ റിവേഴ്സൽ കാൽക്കുലേഷനാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അതായത് ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താങ്കൾക്ക് 55 വയസ്സാകുന്ന സമയത്ത് താങ്കളുടെ 2 കോടി രൂപയുണ്ട്. പക്ഷേ ഇന്ന് 2 കോടി രൂപയ്ക്ക് ചെയ്യാവുന്ന കാര്യം അടുത്ത 10 വർഷം കഴിയുമ്പോൾ ചെയ്യാൻ പറ്റില്ല. അന്ന് ഇപ്പോൾ 65 വയസ്സാകുന്ന സമയത്ത് ഈ 2 കോടി രൂപയുടെ ഇന്നത്തെ 2 കോടി രൂപ മൂല്യം അന്ന് 1 കോടിയെ അതായത് ഇന്ന് 1 കോടിക്ക് ചെയ്യാവുന്ന കാര്യമേ അന്ന് 2 കോടി രൂപ പൈസ ഉണ്ടെങ്കിൽ താങ്കൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 75 വയസ്സാകുന്ന സമയത്ത് അത് 50 ലക്ഷം രൂപ ആയിട്ട് മാറും. അതായത് ഇന്ന് 50 ലക്ഷം രൂപ ചെയ്യാവുന്ന കാര്യമേ 20 വർഷം കഴിയുമ്പോഴേക്കും 2 കോടി രൂപ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഈ പറഞ്ഞ സംഭവം സംഭവിക്കുന്നില്ല. അത് നമ്മളെ സംബന്ധിച്ച് ബാങ്ക് FDയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജാണ്. പക്ഷെ അവിടെ സേഫാണ്, സ്റ്റഡിയാണ്, അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോർമൽ ഇത് ചെയ്യുന്ന രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻ്റൽ ഇൻകമാണ്. ഇപ്പോൾ റെൻ്റൽ ഇൻകത്തിൻ്റെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ആയിട്ടുള്ളൊരു ഇൻകം കിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ ആനുവലി ഇപ്പം നമുക്ക് ബാങ്ക് FDയിൽ എനിക്ക് വർഷം നമുക്ക് ഇൻക്രിമെൻറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് അവിടെ ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 5% ആണ് നോർമൽ, ഒരു 5 to 10% വരെ ഒരു ആനുവൽ ഇൻക്രിമെൻറ്റ്, അതായത് ഇൻഫ്ലേഷൻ അനുസരിച്ച് എൻ്റെ ഇൻകം എനിക്ക് കൂട്ടാനുള്ള ഒരു പോസിബിലിറ്റീസ് എന്നെ സംബന്ധിച്ച് ഇവിടെ ഉണ്ട്. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷനുള്ള പോസിബിലിറ്റീസും റെൻ്റൽ ഇൻകത്തിന് ഉള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ 2 കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ റെൻ്റൽ ഇൻകത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ കൊച്ചി, കാലിക്കറ്റ്, ഇപ്പോൾ ട്രിവാൻഡ്രം പോലെയുള്ള മെട്രോ സിറ്റികളിലെ ചില കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് മാത്രമേ നമുക്ക് ഏകദേശം ഒരു 6% അല്ലെങ്കിൽ 7% ഒക്കെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് അതിനനുസരിച്ചുള്ള ഒരു റെൻറ്റ് കിട്ടുന്നുള്ളൂ. ഇത് വിട്ടുള്ള ഒരു മിക്ക സ്ഥലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഇപ്പം നമ്മളിപ്പോൾ 1 കോടി രൂപയുടെ ഒരു വീട് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു 10,000 രൂപ അല്ലെന്നുണ്ടെങ്കിൽ 20,000 രൂപ വരെയൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് റെൻറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉള്ളത്. ഇപ്പോൾ ഈയിടെ ഞങ്ങൾ ഒരു ഓഫീസിന് വേണ്ടി ഒരു ബിൽഡിംഗ് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്തു. നമുക്ക് ഓഫീസിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഒരു സംഭവം ഞങ്ങൾ അതിന് ഏകദേശം ഒരു 3 കോടിയിലധികം രൂപ നമ്മൾ ചിലവഴിച്ചു. ഇപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം ഒരു 3,500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഓൾറെഡി ഉണ്ട്. ആ ഒരു ബിൽഡിങ്ങിൽ 25 സെൻറ്റ് സ്ഥലം, പിന്നെ അതോടൊപ്പം തന്നെ ഒരു 3,500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ട്. അപ്പോൾ നിലവിൽ അവിടെ ഒരു റെൻറ്റിന് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഞങ്ങൾ വാങ്ങുന്ന സമയത്ത് റെൻറ്റിന് മേടിക്കുന്ന താമസക്കാരുണ്ട്. ഇപ്പോൾ അവരെ നമ്മൾ ഒഴിപ്പിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്ര എമൗണ്ട് വിലയുള്ള പ്രോപ്പർട്ടിക്ക് അവർക്ക് ആ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 രൂപയാണ്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈവൻ ഒരു 1% പോലും ഈ പറഞ്ഞ ഓണറിനെ സംബന്ധിച്ച് ഈ ഒരു റെൻ്റ് കൊണ്ട് കിട്ടുന്നില്ല. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുകയെന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 2 lakh പ്ലസ് നമ്മൾ റെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഞങ്ങൾ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ഫീസിബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ചുറ്റുവട്ടത്തിൽ നോക്കുക, നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂവും പിന്നെ അതോടൊപ്പം തന്നെ അതിൽ നിന്ന് എത്ര റെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 to 6% എങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ അതിൽ താഴെയാണെങ്കിൽ പിന്നെ റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ച് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു വീട് വാങ്ങണമെങ്കിൽ തന്നെ എത്രയോ ലക്ഷങ്ങൾ വേണ്ടി വരും. അത് ഇപ്പോൾ എത്ര പേർക്ക് അഫോർഡബിൾ ആയിരിക്കും? അത് റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു മറ്റൊരു പ്രശ്നമാണ്. ഇനി മൂന്നാമത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അത് മ്യൂച്വൽ ഫണ്ട്സാണ്. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റീസ് മ്യൂച്വൽ ഫണ്ടിലുണ്ട്. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ മന്ത് ഓൺ മന്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മന്ത് ഓൺ മന്ത് ഇൻവെസ്റ്റ് ചെയ്യാം.
പിന്നെ അതോടൊപ്പം തന്നെ ഒറ്റത്തവണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഏത് രീതിയിലും താങ്കളെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിനെ പോലെ ലക്ഷങ്ങൾ കോടികളുണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നുമില്ല. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ട്, അതായത് സപ്പോസ് താങ്കൾ ഇപ്പോൾ SWP എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെ താങ്കളുടെ ഒരു പ്രതിമാസ വരുമാനം ഉറപ്പുവരുത്തുകയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ, അതായത് ഒന്ന് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു ക്യാപിറ്റൽ അപ്രിസിയേഷനും കിട്ടാനുള്ള പോസിബിലിറ്റീസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈ റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, ക്യാപിറ്റൽ അപ്രിസിയേഷനും കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് പറയാവുന്ന ഒരു കാര്യം വോളറ്റൈലിറ്റിയാണ്. ഇപ്പം മാർക്കറ്റിൽ കയറ്റവർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം വ്യൂവിൽ കാണുന്ന ആൾക്കാർക്ക് പറ്റിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഇപ്പം നമുക്ക് വെൽത്ത് അക്യുമുലേഷൻ, അതായത് ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും പ്രശ്നമില്ല. പക്ഷേ റിട്ടയർമെൻറ്റ് കോർപ്പസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ബക്കറ്റ് പ്രിൻസിപ്പിളുണ്ട്. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ശരിയായ രീതിയിൽ ശരിയായ ഒരു പാറ്റേണിൽ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് വോളറ്റൈലാണ്. അത് മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നമ്മൾ റിട്ടയർമെൻറ്റ് ഓപ്ഷനായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. മിനിമം ഒരു 10 വർഷമെങ്കിലും മുന്നിൽ കണ്ടിട്ടേ നമുക്ക് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു റിട്ടയർമെൻറ്റിന് വേണ്ടി ഞാൻ പ്ലാൻ ചെയ്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ മേജറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടാണ്. പിന്നെ റെൻ്റൽ ഇൻകം ഇപ്പം എന്നെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ പ്ലാൻ ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ നിലവിലൊന്നും ചെയ്തിട്ടില്ല. ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഒരു ഗൾഫ് NREയെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ സംബന്ധിച്ച് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടാണ്. SIP പോലെയുള്ള മെത്തേഡിലൂടെ നമുക്ക് വലിയൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. വൺസ് ആ ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ താങ്കൾക്ക് ഒരു പ്രതിമാസ വരുമാനം ആവശ്യമുള്ള സമയത്ത് SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞൊരു മെത്തേഡിലൂടെ താങ്കൾക്ക് ആവശ്യമായിട്ടുള്ള പ്രതിമാസ വരുമാനവും ഉറപ്പുവരുത്താൻ സാധിക്കും. ആ ഒരു ഓപ്ഷനെ കുറിച്ച് താങ്കൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തോമിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.